നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ 200 പേരെടുത്ത് നോക്കുമ്പോൾ ഒരു 25-30 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. ഒരു വ്യത്യാസമൊന്നുമില്ല. ഈ വിദേശത്ത് പോയൊരു വീട് തമ്മിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും കുറേ മിക്കവാറും കാറിലൊക്കെ തന്നെ വരുന്നത്. എല്ലാവർക്കും നല്ല വീടുണ്ട്, എല്ലാവർക്കും കുട്ടികൾ നന്നായി പഠിപ്പിക്കുന്നുണ്ട്, അടുത്ത തലമുറ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയല്ല, അല്ലാതെ ഒരാൾ പോലും വ്യത്യസ്തമായി ഞാൻ കാണുന്നില്ല. നമ്മൾ ആരോഗ്യ രംഗത്ത് ഈ മാറ്റങ്ങൾ നമ്മൾ പഠിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും കുറവാണ്. രാഷ്ട്രീയ രംഗത്തൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ ഡോക്ടർമാരൊക്കെ വരേണ്ടതാണ്. അതിപ്പോൾ നമ്മൾ ഈ പറയുന്ന നിപ്പയുടെ കാര്യത്തിലായാലും വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യത്തിലായാലും മറ്റേ ബാക്കി ഏത് അസുഖം വന്നു കഴിഞ്ഞാലും മഹാമാരി വന്നു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് കണ്ടിട്ടുള്ളത് പൊളിറ്റിക്കൽ ഡിസിഷൻസാണ് വാസ്തവത്തിൽ ആൾക്കാർ ഈ പറഞ്ഞ നമ്മുടെ ഡോക്ടർമാരുടെ ചികിത്സാ രംഗത്ത് അതിനെ ഓടിക്കുന്നത് തന്നെ പൊളിറ്റിക്കൽ ഡിസിഷൻസാണ്. ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു വരവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത്. നേരത്തെ നമ്മൾ അന്നത്തെ ഒരു ചികിത്സാ സംവിധാനം ഈ പറയുന്ന ഒന്ന് സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുക, എന്നാൽ പോലും അതിനകത്ത് ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ എത്ര കണ്ട് അത് സത്യസന്ധമായിരുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം മുമ്പൊക്കെ പ്രൈവറ്റ് പ്രാക്ടീസൊക്കെ ഉള്ളതാണ്. ഏറ്റവും നല്ല പോപ്പുലറായിട്ടുള്ള ആൾക്കാരെല്ലാവരും പ്രൈവറ്റ് പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു വാസ്തവത്തിൽ പ്രാക്ടീസ് ഈ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ഈ പറഞ്ഞ മോശമായ അവസ്ഥയിലൊന്നും അല്ലായിരുന്നു ഡോക്ടർമാർ പൊതുവേ. വളരെ റൂറൽ ഏരിയയിൽ പോയി ജോലി ചെയ്യുന്ന ഡോക്ടർമാരടക്കം തന്നെ ആ സമൂഹത്തിൽ, നമ്മുടെ കേരള സമൂഹത്തിൽ നോക്കുമ്പോൾ ഒരു വിദേശത്ത് പോയിട്ട് അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് ജീവിക്കുന്നതിനെക്കാട്ടിയൊക്കെ നന്നായിട്ടാണ് വാസ്തവത്തിൽ കേരളം വളരെ മനോഹരമായ സ്ഥലമാണ്. ഇതുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇല്ല. നമ്മളിവിടെ റീറ്റെയിൻ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ജീവിതത്തിൽ വലിയ ത്യാഗം അനുഷ്ഠിക്കുന്ന കാര്യത്തിനും കാട്ടിയും വളരെ നന്നായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. നമ്മൾ ഇത്രയും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് തിരിച്ച് കേരളത്തിൽ വരുമ്പോൾ ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിപാടി. അല്ലാതെ നമ്മൾ വിദേശത്ത് പോയി ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയാൽ പോലും ഇവിടെ ജീവിക്കുന്നതിൻ്റെ ആ സുഖവും ഈ എൻവറോൺമെൻറ്റും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും, ഡെമോക്രസി ആയാലും ബാക്കി എല്ലാ സംവിധാനങ്ങളും ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലമാണത്. അവിടെ അതൊന്നും കിട്ടത്തില്ല. പലതും ബലി കഴിച്ചുകൊണ്ടാണ്. ഇപ്പോൾ സൗദി അറേബ്യ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമാന്നൊരക്ഷരം നിങ്ങൾക്ക് പറയാൻ പറ്റൂല സർക്കാരിനെതിരെ. അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്ത് പോയാലും പോലും നമുക്ക് സ്വതന്ത്രമായിട്ട് ഈ യൂറോപ്പിൽ പോയ റേസിസമാണ്. നമുക്ക് സഹിക്കാൻ പറ്റൂല റേസിസമൊക്കെ. അപ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ട് അവിടെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത്. അവർ മെച്ചപ്പെട്ട ജീവിതം ജീവിക്കുകയാണെന്നുള്ള ധാരണ എനിക്കില്ല. ഡോക്ടർമാരും ഒക്കെ എങ്ങനെയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ആത്യന്തികമായി പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് കാര്യത്തിനകത്തും ഫൈനൽ റിസൾട്ട് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ 200 പേരെടുത്ത് നോക്കുമ്പോൾ ഒരു 25-30 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. ഒരു വ്യത്യാസമൊന്നുമില്ല. ഈ വിദേശത്ത് പോയൊരു വീട് തമ്മിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും കുറേ മിക്കവാറും കാറിലൊക്കെ തന്നെ വരുന്നത്. എല്ലാവർക്കും നല്ല വീടുണ്ട്, എല്ലാവർക്കും കുട്ടികൾ നന്നായി പഠിപ്പിക്കുന്നുണ്ട്, അടുത്ത തലമുറ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയല്ല, അല്ലാതെ ഒരാൾ പോലും വ്യത്യസ്തമായി ഞാൻ കാണുന്നില്ല. അപ്പോൾ മുമ്പ് ഈ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മേ ബി അവർ കോൺട്രിബ്യൂഷൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിനകത്തും ഒക്കെ അങ്ങനെ ഒരു റോള് ഉണ്ടായിരുന്നു. ഡോക്ടർമാരുടെ ഒരു ഈ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ നേതൃത്വം അത് അവർ എക്സ്പേർട്ട് ഒപ്പീനിയനാണെന്ന് കരുതിയിട്ട് ആ എക്സ്പേർട്ട് ഒപ്പീനിയൻസിന് കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി പേരെടുത്ത് ഈ പറഞ്ഞ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ഒത്തിരി സ്ഥലത്ത് ചോദിക്കാൻ പറ്റും. കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു 10 പേര് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഒപ്പീനിയൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ആൾക്കാരുടെ പടിപടിയായിട്ട് എല്ലാവരും കുറേയൊക്കെ എക്സ്പേർട്ടൊക്കെ ആയപ്പോൾ പടിപടിയായിട്ട് നമ്മൾ ആ ലെജൻഡറി നേച്ചർ അത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവരും മഹാരഥന്മാരായിട്ട് അവർ ഇരുന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ സമയത്ത് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അപ്പുറത്തേക്ക് ഈ സമയത്ത് അവരുണ്ടായിരുന്നെങ്കിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്.
എല്ലാവരുടെയും ഒപ്പീനിയൻ എടുത്ത്, പല മേഖലയിലുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ എടുത്ത് ഡെമോക്രാറ്റിക് ആയിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഒരു പെർസെപ്ഷൻ നിലയിൽ നമ്മൾ ആ ഒരു വലിയ ആൾക്കാർ ഇല്ലാത്തത് വലിയ കഷ്ടമായി പോയി എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് മാറി എല്ലാവരും നല്ല ആൾക്കാരായതുകൊണ്ട് ഒത്തിരി പേരെ നമുക്ക് ചോദിക്കാൻ കഴിയുന്നുണ്ടല്ലോ, നല്ല ഒപ്പീനിയൻ എടുക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. മറിച്ച് പക്ഷേ ഈ കാര്യത്തിനകത്ത് നമ്മൾ ആരോഗ്യ രംഗത്ത് ഈ മാറ്റങ്ങൾ നമ്മൾ പഠിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടോ ഉള്ള ആൾക്കാർ പലപ്പോഴും കുറവാണ്. രാഷ്ട്രീയ രംഗത്തൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ ഡോക്ടർമാരൊക്കെ വരേണ്ടതാണ്. കാരണം ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ പൊളിറ്റിക്സുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളതാണ്. ഈ പറഞ്ഞ ഒരു 1000 കോടി രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ പൊളിറ്റിക്കലായി എടുക്കുന്ന തീരുമാനങ്ങളാണ് വാസ്തവത്തിൽ ആൾക്കാരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നത്. അല്ലാതെ ഡോക്ടർമാരുടെ ചികിത്സയ്ക്ക് അപ്പുറത്തേക്ക് പൊളിറ്റിക്കലായി എടുക്കുന്ന തീരുമാനങ്ങളാണ് വാസ്തവത്തിൽ. അതിപ്പോൾ നമ്മൾ ഈ പറയുന്ന നിപ്പയുടെ കാര്യത്തിലായാലും വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യത്തിലായാലും ബാക്കി ഏത് അസുഖം വന്നു കഴിഞ്ഞാലും മഹാമാരി വന്നു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് കണ്ടിട്ടുള്ളത് പൊളിറ്റിക്കൽ ഡിസിഷൻസാണ് വാസ്തവത്തിൽ ആൾക്കാർ ഈ പറഞ്ഞ നമ്മൾ ഡോക്ടർമാരുടെ ചികിത്സാ രംഗത്ത് അതിനെ ഓടിക്കുന്നത് തന്നെ പൊളിറ്റിക്കൽ ഡിസിഷൻസാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കുന്നതിനകത്ത് ഈ ഒരു വിഭാഗത്തിൻ്റെ ഈ ആരോഗ്യ രംഗത്തുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ മുമ്പ് ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ രംഗത്തുള്ളവർ അങ്ങോട്ട് പോയി ഒപ്പീനിയൻ എടുക്കുമായിരുന്നു. ഇപ്പോൾ ആരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടെ നിന്ന് അങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ പൊളിറ്റിക്സിനകത്ത് നോക്കുമ്പോൾ പൊതുവെ ഇങ്ങനെയുള്ളൊരു എക്സ്പെർട്ടൈസ് ഇപ്പോൾ എൻജിനീയേഴ്സ് ഇല്ല. ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ചൈനയിലെ പൊളിറ്റീഷ്യൻസ് ബഹുഭൂരിപക്ഷം പേരും അതിൻ്റെ ഒരു മെച്ചം അവിടെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ പൊളിറ്റീഷ്യൻസിനകത്ത് ഒരു ബഹുഭൂരിപക്ഷം പേരും ലോയേഴ്സാണ്. ഒരു നിയമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഈ പറഞ്ഞ ഡോക്ടർമാരും പല സ്ഥലത്തും ഡോക്ടർമാരും ഉണ്ട്, പല മാനേജ്മെൻറ്റ് വിദഗ്ധരുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കോമ്പിനേഷൻ ആക്ച്വലി പൊളിറ്റിക്കൽ രംഗത്ത്, പ്രത്യേകിച്ച് ഭരണത്തിൻ്റെ രംഗത്ത് നമുക്ക് വേണ്ടി വരുന്ന എക്സ്പെർട്ടൈസിൻ്റെ കോൺട്രിബ്യൂഷൻ പൊളിറ്റിക്കലായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരായിട്ടല്ല, ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ, ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും ഉള്ള ആൾക്കാരില്ലാതെ പോകുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതിന് വാസ്തവത്തിൽ ഈ പറയുന്ന ഒന്ന് ഡോക്ടർമാർ മുന്നോട്ട് വരണമെന്നുള്ളത് ഒരു കാര്യമാണ്. അതേസമയം രാഷ്ട്രീയ രംഗത്തുള്ള സംഘടനകളും ഇങ്ങനെയുള്ള ആൾക്കാർ, പല രംഗത്തുള്ള ആൾക്കാരെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടതുമാണ്. അല്ലാതെ നമ്മൾ നിയതമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യം അങ്ങനെയും ആൾക്കാർ വേണം. തീർച്ചയായിട്ടും ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേണം. അങ്ങനെ പല കോമ്പിനേഷൻസ് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തത് പോയതിൻ്റെ കാര്യമായിട്ടാണ് ഞാനത് കാണുന്നത്.